Good morning, sir. Yes, good morning. Good morning, sir. Yes, good morning. Okay. Okay. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ കാണുന്നത് ക്രിസ്തുമസ് ഒക്കെ കഴിഞ്ഞിട്ടല്ലേ? സോ എല്ലാവർക്കും ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ നേരുകയാണ്. ക്രിസ്മസ് ലീവ് ഒക്കെ ഉണ്ടോ സർ? ക്രിസ്മസിനാ? ഞങ്ങൾ അറിഞ്ഞില്ല. ടീച്ചർ അതൊക്കെ ടീച്ചർ പറയും. ടീച്ചർ വരുമ്പോ നമ്മുടെ ടീച്ചർ പറയുന്നതുമായി ബന്ധപ്പെട്ട കാര്യം. ഓക്കെ. അപ്പോ എല്ലാവർക്കും അല്ല, അതിപ്പോ ഇനിയിപ്പോ നമുക്ക് അടുത്ത ക്ലാസ് വരുമ്പോഴേക്കും ക്രിസ്തുമസ് കഴിയുമല്ലോ. യെസ്, we will meet after Christmas. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സരാശംസകൾ. 2025 നിങ്ങൾക്ക് ഒരു അടിപൊളി വർഷമായിരിക്കട്ടെ, നിങ്ങൾ വിജയങ്ങൾ നേടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ. താങ്ക് യു സർ ആൻഡ് സെയിം ടു യു. ഹാപ്പി ക്രിസ്മസ്. ഓക്കെ 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 ഓക്കെ. യെസ്, അപ്പൊ നമുക്കൊരു വിഷയത്തിലേക്ക് വരാം. അപ്പൊ നമ്മള് റിപ്പോർട്ട് സ്പീച്ചിനെ കുറിച്ച് പറഞ്ഞു, വിവിധ ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് പറഞ്ഞത് കമാൻഡ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ റിക്വസ്റ്റും അഡ്വൈസും വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും എന്നുള്ള കാര്യമാണ്. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ഓക്കെ. ഈ നിയമങ്ങളെയെല്ലാം പ്രാവർത്തികമാകുന്നത് റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാകുമ്പോഴാണ്. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻവെർട്ടഡ് കോമയുടെ പുറത്തുള്ള വെർബില്ലേ, അത് സെൻഡ് അല്ലെങ്കിൽ ടോൾഡ്, അങ്ങനെ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ മാത്രമേ ഈ ഇപ്പൊ ഇതുവരെ റിപ്പോർട്ടർ സ്പീച്ചിനെ കുറിച്ച് പറഞ്ഞ നിയമങ്ങളൊക്കെ നമ്മൾ പഠിക്കാം. ടെൻസിലേക്ക് മാറ്റുന്നതൊക്കെ അതായിരിക്കും. ചിലപ്പോൾ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചിലപ്പോൾ കാണാറുണ്ട് റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ടെൻസിൽ വരും. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് she says, SAYS, she says, I go to Madras. She said എന്നല്ല, says, SAYS. she ആയതുകൊണ്ടാണ് വെർബിന്റെ കൂടെ എസ് കൂടി ചേർത്ത് says എന്നാക്കിയേക്കുന്നത്. അപ്പൊ she says I go to Madras. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന നിയമം വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. അതായത് ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് വന്നിരിക്കുന്ന വാചകം ഐ ഗോ ടു മദ്രാസ്. അപ്പൊ ഐ ഗോ ടു മദ്രാസ് എന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രസന്റ് ആണ്. നമ്മൾ അതിനെ ഉടനെ തന്നെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റി. അങ്ങനെ മാറ്റാൻ പാടില്ല. കാരണം ഇവിടെ വന്നിരിക്കുന്ന റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ടെൻസ് ആണ്, സെയ്സ് എന്നല്ലേ. അങ്ങനെ അതായത് റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ മാത്രമേ സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റിലേക്കും, സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റിലേക്കും, സിമ്പിൾ ഫ്യൂച്ചർ കണ്ടീഷണൽ ഫോമിലേക്കും, പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസിലേക്കും, പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക്, അങ്ങനെയൊക്കെ മാറ്റങ്ങൾ പറഞ്ഞില്ലേ, അതൊക്കെ മാറുള്ളൂ. അതിന് ഇൻവെർട്ടഡ് കോമയുടെ പുറത്തുള്ള വെറും പാസ്റ്റ് ടെൻസ് ആയിരിക്കും. നേരെ മറിച്ച് അത് പ്രസന്റ് ടെൻസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഐ ഗോ ടു മദ്രാസ് എന്നുള്ള ആ സിമ്പിൾ പ്രസന്റ് ടെൻസിലേക്ക് മാറും. ആർക്കെങ്കിലും പറയാമോ? യെസ്, അതൊന്ന് ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ അതായത് റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകത്തിന്റെ ടെൻസ് ഏതാണോ ആ ടെൻസിൽ തന്നെ എഴുതിയാൽ ടെൻസ് മാറ്റേണ്ട കാര്യമില്ല. അപ്പൊ ഷീ സേസ് ദാറ്റ് ഷീ ഗോസ് ടു, നമ്മൾ എന്താ പറഞ്ഞ, ഷീ ഗോസ് ടു മാർക്കറ്റ്. ഓക്കെ. ഇൻവെർട്ടഡ് കോമയുടെ പുറത്ത് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകം നോക്കുക, അതിന്റെ ടെൻസ് ഏതാണോ അതേ ടെൻസിൽ തന്നെ എഴുതുക. നോ ചേഞ്ച്, ഒരു വ്യത്യാസവും വരുത്തത്തില്ല. ഒരെണ്ണം അങ്ങനെ തന്നെ ചെയ്ത് നോക്കി. അപ്പൊ നമുക്ക്
അടുത്ത വേറെ കാര്യം പറയാം. They said. ഓക്കെ നമുക്ക് പറയാം. ശ്രീജ പറയാം. ഒരു എക്സാമ്പിൾ എഴുതിക്കോ. They said. They said അല്ല, സോറി. They say. ഇവിടെ we go to Philip. They say ഇവിടെ കോമണാകുന്നത് we go to Philip. അതൊക്കെ they say. ഓക്കെ ശ്രീജ കറക്റ്റ് ആണ്. അപ്പൊ കണ്ട അതിന്റെ അകത്ത് വന്നിരിക്കുന്ന അതേ ടെൻസിൽ തന്നെ പറഞ്ഞാൽ മതി. They say that they go to Philip. അപ്പൊ അതിപ്പോ സിമ്പിൾ പാസ്റ്റ് ആണ് ഇവിടെ നമ്മുടെ അകത്ത് വന്നിരിക്കുന്നതെങ്കിൽ സിമ്പിൾ പാസ്റ്റ് തന്നെ പറഞ്ഞാൽ മതി. ഏത് ടെൻസിലാണോ വന്നിട്ടുള്ളത് ആ ടെൻസിൽ തന്നെ അങ്ങനെ പറയാം. അല്ലാതെ വേറെ മാറ്റങ്ങളൊന്നും അതിനകത്ത് വരുത്തേണ്ടതായിട്ടില്ല. ഓക്കെ, അതും കൂടി ഇതിന്റെ കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കും. സംശയമില്ലാന്ന് വിചാരിക്കുന്നു. അപ്പോ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ മാത്രമാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുക. റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ടെൻസിലാണെങ്കിൽ ഏത് ടെൻസിലാണോ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകം തന്നിരിക്കുന്നത് അതേ ടെൻസിൽ തന്നെ എഴുതാം. ഓക്കെ ഇനി നമുക്ക് വേറൊരു കാര്യത്തെ കുറിച്ച് പറയാം. ഇനി നമ്മൾ പറയുന്നത് ക്ലോസുകളെ കുറിച്ച് പറയുന്നു. ക്ലോസുകളെ കുറിച്ച്. അപ്പൊ നമുക്ക് ഒരു വാചകം ഞാനിവിടെ പറയുകയാണ്. അത് നിങ്ങളൊന്ന് എഴുതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. When I went there, she was sleeping. Okay, okay. ആ വാചകത്തോട് വരാം. When I went there, she was sleeping. എന്റെ അർത്ഥം എന്താണ്? ഞാൻ അവിടെ ചെന്നപ്പോൾ അവൾ എന്ത് ചെയ്യായിരുന്നു? സ്ലീപ്പിംഗ്, ഉറങ്ങിയായി. ഷീ വാസ് സ്ലീപ്പിംഗ്. ഓക്കെ, നമുക്ക് ഇതിനെ വേണമെങ്കിൽ രണ്ട് ക്ലോസ് ആയിട്ട് വിഭജിക്കാം. അത് ഏതൊക്കെയാണ്? When I went there എന്ന് പറയുന്നത് ഒന്ന്, ഷീ വാസ് സ്ലീപ്പിംഗ് എന്ന് പറയുന്നത് അടുത്തത്. When I went there വരെ ഒരു ക്ലോസും ഷീ വാസ് സ്ലീപ്പിംഗ് എന്ന് പറയുന്നത് അടുത്തൊരു ക്ലോസ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും ഒരു സെന്റൻസിൽ രണ്ടോ വേണമെങ്കിൽ രണ്ടിൽ കൂടുതലോ ക്ലോസുകൾ ഉണ്ടാകാം. അപ്പൊ നമുക്ക് പറയാം എ സെന്റൻസ് ഈസ് കോമ്പിനേഷൻ ഓഫ് 2 or more ക്ലോസസ്. രണ്ടോ അതിൽ കൂടുതലോ ക്ലോസുകൾ വരുമ്പോൾ അങ്ങനെയാണ് ഒരു സെന്റൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു when I went there, ഞാൻ അവിടെ ചെന്നപ്പോൾ she was sleeping. അത് രണ്ട് ക്ലോസ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ജയലക്ഷ്മി ഇത് അത് പിടികിട്ടില്ല. when I went there, she was sleeping എന്നുള്ള മനസ്സിലായി. രണ്ട് ക്ലോസ് അത് പിടികിട്ടി അല്ലേ? ഇനി ഞാനിവിടെ പറയുന്നത് when I went there, അത്രയും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വാക്യം എടുക്കുന്നില്ല. അതിന്റെ മീനിങ് പൂർത്തിയാവുന്നുണ്ടോ? അതിന്റെ മീനിങ് പൂർത്തിയാവുന്നുണ്ടോ? when I went there ഒന്നെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. എന്താണ് തോന്നുന്നത്? ഇല്ല സർ, ഇല്ല അല്ലേ? അപ്പൊ നമുക്കറിയാം when I went there എന്ന് പറയുമ്പോൾ മീനിങ് ഈസ് നോട്ട് കംപ്ലീറ്റഡ്. കാരണം when I went there എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഞാൻ അവിടെ ചെന്നപ്പോൾ. ബാക്കി നമ്മൾ പറയാണ്ട് പോയി കഴിഞ്ഞാല് കറക്റ്റ് ആവില്ല. അപ്പൊ അതിന്റെ മീനിങ് കറക്റ്റ് ആവില്ല. അങ്ങനെ മീനിങ് ഒരു ക്ലോസ് എടുക്കുമ്പോൾ മീനിങ് പൂർണ്ണമാകുന്നില്ല എങ്കിൽ ആ ക്ലോസിനെ പറയുന്ന പേരാണ് സബോർഡിനേറ്റ് ക്ലോസ്. ആ ക്ലോസിനെ പറയുന്ന പേര് സബോർഡിനേറ്റ് ക്ലോസ്. അപ്പൊ നമുക്ക് പറയാം ഇവിടെ when I went there എന്ന് പറയുന്നത് ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. കാരണം ഇത് പറയുമ്പോൾ ഇതിന്റെ മീനിങ് കംപ്ലീറ്റ് ആവുന്നില്ല. ഓക്കെ, ഇത് നിങ്ങൾക്ക് മാറ്റി ചിന്തിക്കുക. when I went there എന്നുള്ളത് അവിടെ ഇല്ല എന്ന് വിചാരിക്കുക. when I went there എന്നുള്ളത് അവിടെ ഇല്ല. മറിച്ച്
ഷീ വാസ് സ്ലീപ്പിംഗ് എന്നാണ് മാത്രം അവിടെ ഉള്ളത് വിചാരിക്കും. അപ്പൊ ഞാൻ അഞ്ജലിയോടാണ് ചോദിക്കുന്നത്, ഷീ വാസ് സ്ലീപ്പിംഗ് എന്ന് പറയുമ്പോൾ മീനിങ് പൂർത്തിയാവുന്നുണ്ട് അഞ്ജലിയുടെ നോട്ടത്തില്? യെസ്, ആർഷക തോന്നുന്നു പൂർത്തിയാവുന്നുണ്ട് സാർ. പൂർത്തിയാവുന്നുണ്ട് അല്ലേ? നമുക്ക് പറയാം ഷീ വാസ് സ്ലീപ്പിംഗ്, അവൾ ഉറങ്ങുകയായിരുന്നു, കംപ്ലീറ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് ഷീ വാസ് സ്ലീപ്പിംഗ് എന്നുള്ള ആ ക്ലോസ് മാത്രമായിട്ട് പറഞ്ഞാലും അത് നിലനിൽക്കും, കാരണം പിന്നെ അർത്ഥം പൂർത്തിയാവുന്നുണ്ട്. അതുകൊണ്ട് ഷീ വാസ് സ്ലീപ്പിംഗ് എന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ക്ലോസ്. മെയിൻ ക്ലോസ്. അപ്പൊ മെയിൻ ക്ലോസ് എന്താണ്? സബോർഡിനേറ്റ് ക്ലോസ് എന്താണെന്ന് മനസ്സിലായല്ലോ. മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഇൻഡിപെൻഡന്റ് ആയ അർത്ഥം കൊടുക്കുന്നു. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ അർത്ഥം പൂർത്തിയാകുന്നില്ല. അതിന്റെ അർത്ഥം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഒരു മെയിൻ ക്ലോസിനെ ആശ്രയിച്ച് നിൽക്കുകയാണ്. അപ്പൊ വെൻ ഐ വെന്റ് ദയർ എന്ന് പറയുന്ന സബോർഡിനേറ്റ് ക്ലോസ് ഷീ വാസ് സ്ലീപ്പിംഗ് എന്ന് പറയുന്ന ഒരു മെയിൻ ക്ലോസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സബോർഡിനേറ്റ് ക്ലോസിനെ വേണമെങ്കിൽ ഡിപ്പെൻഡിങ് ക്ലോസ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒരു സെന്റൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് ഒന്നിലധികം ക്ലോസുകൾ വരാം. അതിന് അർത്ഥം പൂർത്തിയാവുകയാണെങ്കിൽ അതിന് മെയിൻ ക്ലോസ് എന്നും, അല്ലെങ്കിൽ അർത്ഥം പൂർത്തിയാവാത്തതിനെ നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് എന്നോ അല്ലെങ്കിൽ ഡിപ്പെൻഡിങ് ക്ലോസ് എന്നോ പറയുന്നു. അപ്പൊ ഇത് രണ്ടും നിങ്ങൾക്ക് പിടികിട്ടിയത് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഇമാജിനറി കണ്ടീഷനാണ്. ഇമാജിനറി കണ്ടീഷൻ. ഇതിപ്പോ when I went there she was sleeping എന്ന് പറയുമ്പോൾ അത് ഒരു ഓൾറെഡി ഹാപ്പൻഡ്, സംഭവിച്ച കാര്യമാണ്. അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യം, കഴിഞ്ഞു, അത് ഓൾറെഡി ഹാപ്പൻഡ്. നമ്മള് ഒരു ഇമാജിനറി ആയിട്ടുള്ള കാര്യം പറയും. അപ്പൊ ആ ഇമാജിനറി ആയിട്ടുള്ള കാര്യം പറയുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ വെൻ എന്നുള്ളതിന് പകരം ഇഫ് ആണ് ഉപയോഗിക്കുന്നത്. എന്താണ് ഇഫ്? അങ്ങനെ ഇഫ് വെച്ച് നമ്മൾ എഴുതുമ്പോൾ അവിടെ ഈ രണ്ട് ക്ലോസുകൾ ടെൻസിന് തമ്മിൽ ഒരു ബന്ധമുണ്ട്, ഒരു കോൺകോർഡ്, അത് ഒരു സംഭവമുണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പറയുന്നു. അപ്പൊ എന്താണ് മെയിൻ ക്ലോസ്, എന്താണ് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയുന്നു ഇഫ് ക്ലോസിലേക്ക് നമ്മൾ മാറുകയാണ്. ഇഫ് ക്ലോസിലോട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ വാചകം പറയാം, നിങ്ങൾ അതുകൊണ്ട് എഴുതാം. വാചകം ഇതാണ്: ഇഫ് യു വർക്ക് ഹാർഡ്, you will pass the examination. If you work hard, you will pass the examination. Okay, ഞാൻ ഒന്നുകൂടി വായിക്കുകയാണ്. ഇഫ് യു വർക്ക് ഹാർഡ്, നീ കഠിനമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ, യു വിൽ പാസ് ദ എക്സാമിനേഷൻ, നീ പരീക്ഷ പാസ്സാകും. അപ്പൊ ലിനി, ഇതിന്റെ രണ്ട് ക്ലോസുകൾ ഏതൊക്കെയെന്ന് പറയാമോ? If you work hard, അത് ഒരു ക്ലോസ്. പിന്നെ രണ്ടാമത്തെ ക്ലോസ് യു വിൽ പാസ് examination. രണ്ടാമത്തെ ക്ലോസ്. ഓക്കെ, ഇതിന്റെ മെയിൻ ക്ലോസ് ഏതാണ്? സബോർഡിനേറ്റ് ക്ലോസ് ഏതെന്ന് പറയാൻ പറ്റുമോ? You will pass the examination, main clause. Okay. If you work hard, subordinate clause. Okay. ഇത്രയും വരെ പറഞ്ഞത് കറക്റ്റ് ആണ്. യു വിൽ പാസ് ദ എക്സാമിനേഷൻ എന്നുള്ളത് മെയിൻ ക്ലോസ്, ഇഫ് യു വർക്ക് ഹാർഡ് എന്നുള്ളത് സബോർഡിനേറ്റ് ക്ലോസ്. ഓക്കെ, യുവർ ആൻസർ ഇസ് റൈറ്റ്, വെരി ഗുഡ്. ഇനി ഞാൻ അതിൽ ആദ്യത്തെ ക്ലോസ് എടുക്കുന്നു. ഇഫ് യു വർക്ക് ഹാർഡ് എന്ന് പറയുന്ന ആദ്യത്തെ ക്ലോസ്, നിന്നോട് എന്ന ചോദ്യം, അത് ഏത് ടെൻസ് ആണെന്ന് പറയാമോ? നമ്മൾ പഠിച്ചിട്ടുള്ള ആ 12 ടെൻസുകളെ, സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ് ഒക്കെ പറഞ്ഞ് പഠിച്ചിട്ടുള്ളതിൽ ഏത് ടെൻസിൽ വരുമെന്ന് പറയാമോ? ഇഫ് യു വർക്ക് ഹാർഡ്, ആ ക്ലോസ്. Present tense. ഏത് പ്രസന്റ്? പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, പ്രസന്റ് പെർഫെക്റ്റ് ആണ്, അങ്ങനെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്,
Present perfect. പ്രസന്റ് പെർഫെക്റ്റ്. ഓക്കെ. ഈ മറ്റ് ആർക്കെങ്കിലും പറയാം. ലിനി പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ വല്ലതും തോന്നുന്നുണ്ട്? ആർക്കെങ്കിലും ഇഫ് യു വർക്ക് ഹാർഡ് എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആണ് ലിനി പറയുന്നത്. അതല്ല എന്ന അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? യെസ്, ആരുണ്ട്? ഓക്കെ. അപ്പൊ ഇനി ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, നമുക്ക് നോക്കാം. പ്രസന്റ് പെർഫെക്റ്റ് ആകുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഈ തന്നിരിക്കുന്ന ഈ കോഴ്സിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉണ്ടോ? ഇല്ല. ഇഫ് യു വർക്ക് ഹാർഡ് എന്നുള്ളൂ. ആർഷ പറഞ്ഞത് കറക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് പ്രസന്റ് പെർഫെക്റ്റ് അല്ല, പ്രസന്റ് എന്ന് ലിനി പറഞ്ഞത് കറക്റ്റ് ആണ്. പക്ഷെ സിമ്പിൾ പ്രസന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് പകരം ലിനി പറഞ്ഞപ്പോ പ്രസന്റ് പെർഫെക്റ്റോട്ട് പോയി. പ്രസന്റ് പെർഫെക്റ്റ് ആകുമ്പോൾ അതിൻ്റെ ഹാസോ ഹാവോ വരും. പിന്നെ ഏത് ടെൻസ് ആണ് ഇത്? സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് സബ്ജക്റ്റ് പ്ലസ് വെർബ്, ആ വെർബിന്റെ പ്രസന്റ് ടെൻസ്. സബ്ജക്റ്റ് ഉപയോഗിക്കുക, അത് കഴിഞ്ഞ വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിമ്പിൾ പ്രസന്റ്. അവിടെ നോക്കി, ഇഫ് യു വർക്ക് ഹാർഡ്, സബ്ജക്റ്റ് എന്താണ്? യു. പ്രസന്റ് ടെൻസ് ഓഫ് വെർബ് എന്താണ്? വർക്ക്. വർക്ക്. നീ വർക്ക് ചെയ്യുകയാണെങ്കിൽ, ആടെ കൂടെ ആ വർക്ക് ചെയ്തതിന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചേക്കാൻ, കഠിനമായി ജോലി ചെയ്യുകയാണെങ്കിൽ എന്ന്. ഓക്കെ. അപ്പൊ ഇഫ് യു വർക്ക് ഹാർഡ് എന്നുള്ളത് ഏത് ടെൻസ് ആണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ. അപ്പൊ ഇനി തന്നെ അടുത്ത നോക്കി, യു വിൽ പാസ് ദ എക്സാമിനേഷൻ. അത് ഏത് ടെൻസ് ആണെന്ന് പറയാമോ? You will pass the examination or that it's okay. Correct. Simple future. Simple future. I think it's like subject plus will shall plus verb, a verb in the present tense. Upon the simple future. ഓക്കെ. അപ്പൊ ഇവിടെ ഓക്കെ ജയലക്ഷ്മി, ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു ക്ലോസ് സിമ്പിൾ പ്രസന്റ് ആകുമ്പോ അതിന്റെ അടുത്ത ക്ലോസ് സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും. ഇതൊന്നും മനസ്സിലാക്കിയതാണ്. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അപ്പുറത്ത് എന്താവണം? സിമ്പിൾ ഫ്യൂച്ചർ ആവണം. ഓക്കെ, ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, സിമ്പിൾ പ്രസന്റ് ആവുമ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ. അപ്പൊ ഇതൊന്ന് കുറിച്ച് വെച്ചേക്കാം. If you work hard, you will pass. If you work hard, you will pass the examination. If you work hard, you will pass the examination. അപ്പൊ അതില് if you work hard എന്നുള്ളതിന്റെ അടിയിൽ സബോർഡിനേറ്റഡ് ക്ലോസ് ഒന്നും you will pass എന്നുള്ളതിന്റെ അടിയിൽ എന്ന് വരച്ചിട്ട് മെയിൻ ക്ലോസ് എഴുതിയിട്ടേക്ക്. അപ്പൊ മെയിൻ ക്ലോസ് എന്താണ്, സബോർഡിനേറ്റഡ് ക്ലോസ് എന്താണെന്ന് മനസ്സിലായി. അതെങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ പറഞ്ഞു സബോർഡിനേറ്റ് ക്ലോസ് എങ്ങനെയാണെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ അതിന്റെ മെയിൻ ക്ലോസ് സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും. സിമ്പിൾ ഫ്യൂച്ചർ. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു എക്സാമ്പിൾ പറയാമോ? വേറെ എക്സാമ്പിൾ പറയുന്നത്, ഇഫ് ഐ ഗെറ്റ് മണി I will buy a new car. If I get money, എനിക്ക് പൈസ കിട്ടുകയാണെങ്കിൽ get present tense. If I get money, I will buy a new car. Will you be sure? Yes. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നും പറയാമോ? ഒരു വശത്ത് സിമ്പിൾ പ്രസന്റ് ടെൻസും അപ്പുറത്ത് സിമ്പിൾ ഫ്യൂച്ചറും. അത്രേ ഉള്ളൂ. If you lose the job, you will not get salary. If I വേറെന്ന് പറയുമ്പോൾ അത് പാസ്റ്റിലോട്ട് പോയി. ഓക്കെ, അത് കറക്റ്റ് ആണ് ആശ. യെസ്, ഓക്കെ, യെസ്. അപ്പൊ ഇനി നമുക്ക് പാസ്റ്റ് ആകുമ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് പറയാം. ഇപ്പൊ നമ്മൾ വർക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.
ഈ വർക്ക് എന്നുള്ളത് നമ്മൾ പറയും. ഓക്കെ, അപ്പോ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് സിമ്പിൾ പ്രസന്റ് ആണ് കണ്ടീഷണൽ സെന്റൻസ്, സബോർഡിനേറ്റ് സെന്റൻസ് എങ്കിൽ ബാക്കി നിങ്ങൾക്ക് സിമ്പിൾ ഫ്യൂച്ചർ ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ അത് മറക്കാതിരിക്കും. ഇഫ് യു വർക്ക് യു വിൽ പാസ്. അതൊന്ന് ബൈ ഹാർട്ടായിട്ട് മനസ്സിലാക്കുക. ഇഫ് യു വർക്ക് യു വിൽ പാസ്. ആ വിൽ എന്നുള്ളതിന് പകരം ക്യാൻ വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല, ഷാൽ വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല, മേ വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ വിൽ എന്നുള്ളതിന് പകരം വുഡ് വന്നാൽ തെറ്റാണ്, വുഡ് വന്നാൽ തെറ്റാണ്, മൈറ്റ് വന്നു കഴിഞ്ഞാൽ തെറ്റാണ്. ഓക്കെ, ഇഫ് യു വർക്ക് യു വിൽ പാസ് എന്നുള്ളതിന് പകരം യു വുഡ് പാസ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. പ്രസന്റ് ടെൻസ് ആണ് അപ്പുറത്ത് വരുന്നത്, ഇപ്പുറത്ത് ഫ്യൂച്ചർ സെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് വല്ല. ഓക്കെ, ഞാനൊരു വാചകം പറയാം, ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടമുള്ള പോലെ പൂരിപ്പിക്കാം. വാചകം ഇതാണ്: ഇഫ് ഇറ്റ് rains, if it rains, rains, rains. ഇനി കുറച്ച് കുത്തുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പൂരിപ്പിക്കാം. ഞാൻ ഈ പറഞ്ഞ നിയമങ്ങളൂടെ വന്നേക്കണം. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ് എന്ന് പറഞ്ഞ എക്സാമ്പിളുകൾ വന്നിരിക്കുന്നത്. ഓക്കെ, ഇഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്യുകയാണെങ്കിൽ, മഴ പെയ്യുകയാണെങ്കിൽ, അതേ ഉള്ളൂ. ബാക്കി നമുക്ക് പൂരിപ്പിക്കാം. You will enjoy. I will enjoy. Okay, I will enjoy the rain. Okay, ശ്രീജ, അത് കറക്റ്റ് ആണ്. ഈ വേറെ ആൾക്ക് വേറെ രീതിയിൽ പൂരിപ്പിക്കും. ഇഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്യുകയാണെങ്കിൽ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പൂരിപ്പിക്കും. You will get wet. Okay, ആർഷ കറക്റ്റ് ആണ്. വില്ലുണ്ട് അവിടെ. Yes. You will get wet. ഇനി ആർക്കെങ്കിലും ജയലക്ഷ്മി, അഞ്ജലി, ജിത, അഭിഷേക്, പോസ്റ്റ് ഫോർ ദ ഗെയിം. ഓക്കെ, കറക്റ്റ് ആണ്. I will go to home. കറക്റ്റ് ആണ്. I will go to play. ശരിയാണ്. ഇത് കറക്റ്റ് ആണ്. ഓക്കെ 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 ഓക്കെ, ശരിയാണ് ശരിയാണ് ശരിയാണ്. ഈ വേറെ നമ്പർ പറയാം. ചോദ്യം if you eat lot of fast food, if you eat lot of fast food, ഇനി ഡാഷ് ഇടാം. ഓക്കെ, ചോദ്യം ഇവിടെ കിട്ടിയാൽ ഇഫ് യു ഈറ്റ്, നീ തിന്നുകയാണെങ്കിൽ, ലോട്ട് ഓഫ്, ധാരാളം, ഫാസ്റ്റ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ, ഓക്കെ. ആർഷക്ക് മുമ്പ് കേൾക്കാനുള്ള ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. became എന്നുള്ള നിൽക്കുന്നതാക്കാം. ഓക്കെ ശ്രീജ,
he will spend more money for medicine. Yes, okay. Yes. ആരെങ്കിലും? ഓക്കെ. ഇനി ഞാൻ ഇപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞപ്പോ ഇഫ് വെച്ചുള്ള പറയുകയും സിമ്പിൾ ഫ്യൂച്ചർ ഉള്ളത് നിങ്ങൾ എഴുതുകയും ചെയ്തു. ഇനി ഞാൻ ഇഫ് വെച്ചുള്ളത് ഒരു ഡാഷ് ആകുകയും സിമ്പിൾ ഫ്യൂച്ചർ ആയിട്ടുള്ളത് പറയുകയും ചെയ്തു. നേരത്തെ പറഞ്ഞിട്ട് തല തിരിച്ചാക്കി മാത്രമുള്ളൂ. അപ്പൊ അടുത്ത വാചകം ഡാഷ് ഡാഷ് കോമ comma, I will buy BUI. Buy it. I will buy it. Okay. Dash. A dash പൂരിപ്പിക്കുക. I will buy it. ഞാനിത് വാങ്ങും. ഓക്കെ ശ്രേഷ, കറക്റ്റ് ആണ്. ഇഫ് ഐ ഗെറ്റ് മണി, എനിക്ക് പൈസ കിട്ടുകയാണെങ്കിൽ. ഇഫ് ഐ ഹാഡ് മണി, ശരിയാണ്. ഹർഷ? ഇനി ആരെങ്കിലും? ഇഫ് ഐ ഹാവ് വിഷ്, എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ. യെസ്. ഓക്കെ. ഓക്കെ, നോക്കിയിട്ട് ചെയ്യാം. അതിനു മുമ്പ് ഞാനൊരു if she had enough money. ഓക്കെ. വേറെ പറയാട്ടോ. If you lower the price, നിങ്ങൾ വില കുറക്കുകയാണെങ്കിൽ, if you lower the price, നമുക്ക് പറയാം. If you lower the price, വില കുറക്കുകയാണെങ്കിൽ ഞാനത് വാങ്ങും. യെസ്. ഓക്കെ, ഞാൻ ഇനി നിങ്ങളുടെ മലയാള വാചകം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എന്റെ ഇംഗ്ലീഷിൽ പെട്ടെന്ന് പറയാൻ പറ്റും നോക്ക്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഇരിക്കുകയാണ്. അപ്പോ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരു കുട്ടിയെ ഉദ്ദേശിച്ച് പറയുകയാണ്. നിങ്ങൾ പറയുകയാണ്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുക. Wash your hands before eating. Before eating. Okay, okay. Wash your hands before eating. Wash your hands before eating. Correct. Okay, wash your hands before eating. Okay. അപ്പോ കുട്ടികൾ ഉറങ്ങിയിട്ടില്ല, മുറിയില് കലപില കൂടുകയാണ്. അപ്പോൾ നിങ്ങൾ ചെന്നിട്ട് അവരോട് പറയാണ്, ഉറങ്ങാൻ സമയമായി. ഉറങ്ങാൻ സമയമായി. It's time to sleep. ഓക്കെ. ആർഷ പറഞ്ഞത് ടൈം ടു സ്ലീപ്പ് എന്നാണ്. വേറെ ആർക്കെങ്കിലും മാറ്റി പറയാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയാനോ ഒരവസരം തരാം. This is the time for sleep. This is a time for sleep. എപ്പോഴും ചുരുക്കി പറയാൻ നോക്കുക കേട്ടാ. ലിന, അത് നമുക്ക് പറയാം. യെസ്. ഗോ ടു ബെഡ്, അതാണ് ലിത പറഞ്ഞത്. ഓക്കെ.
ഓക്കെ, ലിത പറഞ്ഞതും എന്നോടൊപ്പം തന്നെ ആശ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. ഈ വേണമെങ്കിൽ നമുക്ക് വേറെ പറയാം. ടൈം ടു ഗോ ടു ബെഡ്. ടു ഗോ ടു ബെഡ്, ഉറങ്ങാൻ പോകാൻ സമയമായി. ഗോ ടു ബെഡ്. ഓക്കെ ഓക്കെ, പോയി കിടന്നുറങ്ങുക. ശരി, ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോ ബൈക്കിന് പോകുന്ന ഒരാളോട് നിങ്ങൾ പറയുകയാണ് ജാക്കറ്റ് ധരിക്കുക. Wear jacket. വെയർ ജാക്കറ്റ് അല്ലെങ്കിൽ വെയർ യുവർ ജാക്കറ്റ്. വെയർ യുവർ ജാക്കറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. കുട്ടികള് പഠിക്കാനിരിക്കുകയാണ്, അവരുടെ പഠനം പൂർത്തിയായിട്ടില്ല, സമയം വൈകുന്നു. അതുകൊണ്ട് നിങ്ങൾ കുട്ടികളുടെ അടുത്തിട്ട് വന്നിട്ട് പറയാണ് ഹോംവർക്ക് പൂർത്തിയാക്കുക. ഹോംവർക്ക്. Finish your homework. Do homework. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. കംപ്ലീറ്റ് യുവർ ഹോംവർക്ക്. ഓക്കെ, ഫിനിഷ് യുവർ ഹോംവർക്ക് ആണ് കറക്റ്റ്, നല്ലത്. ഫിനിഷ് യുവർ ഹോംവർക്ക്. യെസ്. ഇനി രാവിലെ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ആളോട് നിങ്ങൾ പറയുന്നു നിങ്ങളുടെ പ്രഭാത ഭക്ഷണം കഴിക്കുക. നിങ്ങളുടെ Have your breakfast. പ്ലീസ് ഡൺ യുവർ ഹോംവർക്ക്. ഓക്കെ ലിത, ഡു യുവർ ഹോംവർക്ക് എന്നൊക്കെയാ മതി. യെസ്. ശ്രീജ, പ്രഭാത ഭക്ഷണം കഴിക്കുക എന്നുള്ളതിന് Have your breakfast. ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലും ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഈറ്റ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. ഹാവ് ആണ് കുറച്ചും കൂടി ഭംഗിയുണ്ട്. ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. യെസ്. ടേക്ക് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ ലിത, കറക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. ടേക്ക് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. യെസ്. അപ്പൊ നിങ്ങൾ ഉറങ്ങാൻ പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ കിടന്നു. അപ്പൊ അവസാനം വന്ന ആളോട് നിങ്ങൾ പറയുകയാണ് ലൈറ്റ് ഓഫ് ചെയ്യുക. ലൈറ്റ് ഓഫ് ചെയ്യുക. Please switch off the light. പ്ലീസ് സ്വിച്ച് ഓഫ് ദ ലൈറ്റ്. ഓക്കെ, അത് ഒരു മെത്തേഡ്. പിന്നെ വേറെ ഏതെങ്കിലും? Turn off the light. ടേൺ ഓഫ് ദ ലൈറ്റ് എന്ന് പറയാം. ടേൺ ഓഫ്. ടേൺ ഓഫ്. ആ എഫ് ഇടുമ്പോ രണ്ട് എഫ് ഇടണം. TURN, ടേൺ. OF, ടേൺ ഓഫ് ദ ലൈറ്റ്. ഓക്കെ യേശ്മി, അത് തന്നെ ലൈറ്റ് ഇടാനാണെന്ന് പറയുന്നതെങ്കിൽ ആ ഓഫിന് പകരം ഓൺ ചെയ്താൽ മതി. ടേൺ ഓൺ, ലൈറ്റ് ഇടുക. ടേൺ ദ ലൈറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ, അത് ചെയ്യും. ഓക്കെ, അപ്പോ ഡോറിന്റെ സമീപത്ത് നിൽക്കുന്ന ആളോട് നമ്മൾ പറയാണ് അടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? Close the door. ക്ലോസ് ദി ഡോർ. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. ക്ലോസ് ദ ഡോർ, ദാറ്റ് മീൻസ് വാതിൽ അടക്കുക. ക്ലോസ് ദി ഡോർ. കുട്ടികൾ രണ്ടുപേരും തമ്മിൽ നല്ല പൊരിഞ്ഞ യുദ്ധം നടക്കുകയാണ്. അപ്പൊ നമ്മൾ അവരോട് പറയാണ്, യുദ്ധം മീൻസ് ഇവിടെ നടക്കുകയാണ്, യുദ്ധം അവസാനിപ്പിക്കുക. യുദ്ധം അവസാനിപ്പിക്കുക. യുദ്ധം എന്ന് പറയുന്നത് ഫൈറ്റിംഗ് ആണ് രണ്ട് പിള്ളേര് തമ്മിൽ. യെസ്. അപ്പൊ വാർ എന്ന് പറയണ്ട, കുട്ടികൾ തമ്മിലുള്ളതല്ലേ. അപ്പൊ എന്ത് പറയും? യുദ്ധം അവസാനിപ്പിക്കുക. Stop your stunt. പറയാമോ? Stunt, അടി, വഴക്ക്. കുറച്ചുകൂടി നല്ലൊരു വാക്ക്. Stop quarreling. സ്റ്റോപ്പ് കോറലിംഗ്, വഴക്കെടുക്കുന്നത് നിർത്തുക. അപ്പൊ വായ കൊണ്ടുള്ള പരിപാടിയാണ്. ഫൈറ്റിംഗ് എന്നുള്ള വാക്കുകൂടെ നമുക്ക് ഉപയോഗിക്കാം. ഫൈറ്റിംഗ് കേട്ടാ. സ്റ്റോപ്പ് ഫൈറ്റിംഗ്, യുദ്ധം അവസാനിപ്പിക്കുക. തമ്മിൽ തല്ല് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ഫൈറ്റിംഗ്. FIGHT. ഓക്കെ, അപ്പോ ക്ഷമയില്ലാതെ ഓടി നടക്കുന്ന ഒരാളോട് ഇങ്ങനെ നിങ്ങൾ ക്ഷമയില്ലാതെ ഓടി നടക്കരുത്, അക്ഷമയോടെ കാത്തിരിക്കുക എന്ന് ഒന്ന് ഇംഗ്ലീഷിൽ പറയാം. ക്ഷമയോടെ കാത്തിരിക്കുക. അക്ഷമരായിട്ടിരിക്കുന്ന ആളോട് പറയുകയാണ് ക്ഷമയോടെ കാത്തിരിക്കുക. Wait patiently. Wait patiently. വെയിറ്റ് പേഷ്യന്റ്ലി. ഓക്കെ, വേറെ?
വെയിറ്റ് പേഷ്യന്റ് എന്ന് ഒരാൾ പറഞ്ഞു. ഓക്കെ, അത് നമുക്ക് വർക്കുണ്ട്, ആറ്റ് വർക്കുണ്ട്, ശരിയാണ്. നമുക്ക് വേണമെങ്കിൽ വേറെ ആ വെയിറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് ബി എന്ന് പറയാം. ബി പേഷ്യന്റ്, ക്ഷമയോടുകൂടിയിരിക്കും. ബി അത് പേഷ്യന്റിൽ പറയുന്നത്. ബി പേഷ്യന്റ് അത് കുറച്ചുകൂടി ചെറുതാണ്, കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് ആളുകൾ പറയുന്ന വേർഡ് അത് തന്നെയാണ്. ബി പേഷ്യന്റ്, ക്ഷമയോടുകൂടിയിരിക്കും. ബി പേഷ്യന്റ്. ഓക്കെ 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 ഓക്കെ. ഇനി അടുത്തത് സ്വയം പെരുമാറുക. Behave yourself. കറക്റ്റ് ആൻസർ, വെരി ഗുഡ്. ബിഹേവ് യുവർസെൽഫ്, സ്വയം പെരുമാറുക എന്നുള്ളത് ബിഹേവ് യുവർസെൽഫ്. യെസ്. ഈ അടുത്തത് നിങ്ങളുടെ സഹോദരനെ സഹായിക്കുക. നിങ്ങളുടെ സഹോദരനെ സഹായിക്കുക. Help your brother. ഓക്കെ ഓക്കെ ഓക്കെ, ശരിയാണ്. ഹെൽപ്പ് യുവർ ബ്രദർ, ദാറ്റ് മീൻസ് നിങ്ങളുടെ സഹോദരനെ സഹായിക്കുക. ഹെൽപ്പ് യുവർ ബ്രദർ. ഇനി നമ്മൾ കുട്ടികളോട് പറയുകയാണ്, നിങ്ങളുടെ സഹോദരനെ സഹായിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ എന്ത് ചെയ്യണം? മുതിർന്നവരെ ബഹുമാനിക്കുക കൂടി വേണം. അപ്പൊ നമ്മൾ അതൊന്ന് പറഞ്ഞ്, നിങ്ങളുടെ മുതിർന്നവരെ ബഹുമാനിക്കുക. Respect your elders. ഓക്കെ. റെസ്പെക്ട് യുവർ എൽഡേഴ്സ്, കറക്റ്റ് ആണ്. റെസ്പെക്ട് യുവർ എൽഡേഴ്സ്, മുതിർന്നവരെ ബഹുമാനിക്കുക. റെസ്പെക്ട് യുവർ എൽഡേഴ്സ്. ഇനി ഭക്ഷണം കഴിച്ച് പ്ലേറ്റ് കഴുകാതെ പോയ ആളോട് നിങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ പ്ലേറ്റ് വൃത്തിയാക്കുക. Wash your plate. വാഷ് യുവർ പ്ലേറ്റ് ആക്കാം. വാഷ് എന്നുള്ളത് മാറ്റിയിട്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ ചേർക്കാം. ക്ലീൻ എന്ന് ചേർത്ത് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് ക്ലീൻ യുവർ പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആണ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ അത് നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്, കൃത്യമാണ്. ഓക്കെ. ഇനി ഞാൻ അത് നിങ്ങളോട് വന്നു കഴിഞ്ഞപ്പോൾ PH ൽ വരുന്ന കുറച്ച് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിച്ചിരുന്നു. ആ PH ൽ വരുന്ന ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മറുപടിയും പറയും. ടിയിൽ വരുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചതാണ്. EM ൽ വരുന്നതും അതിനു മുമ്പ് ഞാൻ ചോദിച്ചതാണ്. യെസ്. ഇനി ഞാൻ പറയുന്നത് അടുത്ത കുറച്ച് ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളുടെ ആൻസറുകൾ A, B. ആദ്യത്തെ ലെറ്റർ A എന്നായിരിക്കും, രണ്ടാമത്തെ ലെറ്റർ B എന്നായിരിക്കും. അങ്ങനെ ആരംഭിക്കണം. A, B. All answers should begin with the letter A, B. First letter is A, next letter is B. A, B യിൽ ആരംഭിക്കുന്ന വാക്കുകളാണ്. Okay. Very simple and easy question for you. Yes. ഞാൻ ചോദ്യം ആരംഭിക്കുകയാണ്. ചോദ്യം ഇതാണ്. To leave, leave it. To leave someone or something without returning. To leave someone or something without returning. Abandon. Abandon. Correct word ആണ്. ഒഴിവാക്കുക എന്നുള്ളതാണ് abandon. To leave someone or something without returning. തിരിച്ച് കൊണ്ടുപോരാതെ ഒഴിവാക്കി പോരുന്നതിനെ പറയുന്ന പേരാണ് abandon. Correct ആണ് ആർഷ? Correct. Okay, very good, very good. Yes. Next, a skill or talent that you have. A skill or talent that you have. Ability. Ability. That is also correct answer. Ability means കഴിവ്. A skill, ഒരു കഴിവ്, or talent. Talent എന്ന് പറയുന്ന കഴിവാണ്. That you have. നിങ്ങൾക്കുള്ള ഒരു ടാലന്റ്, കഴിവിനെ പറയുന്നത് എന്താണ്? That is called ability.
Okay, 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 okay. അടുത്തത് to soup, SOAK, soup up a liquid, LIQUID, to soak up a liquid, SOAK, വലിച്ചെടുക്കുന്നത്. Absorb. ഓക്കെ, അബ്സോർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വലിച്ചെടുക്കുക തന്നെയാണ്. ഓക്കെ, ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. കറക്റ്റ് ആണ്. നെക്സ്റ്റ്, an extremely deep pit, an extremely deep pit, an extremely deep pit, കുറച്ചുകൂടി ആഴത്തിലുള്ളത്, ഡീപ്പ് പിറ്റ്. യെസ്, എന്റെ ആൻസർ ആരും പറയാത്തതുകൊണ്ട് ഞാൻ പറയാ, ABYSS, ആബസ്, ABYSS. ഓക്കെ, അടുത്തത് to kidnap someone, to kidnap someone, കിഡ്നാപ്പ് അറിയില്ല, തട്ടിക്കൊണ്ടുപോകും. To kidnap someone. Abduct. Is a correct answer. Abduct. Correct answer. ABDUCT. Abduct. Correct answer. അടുത്തത് ആവശ്യപ്പെട്ടത് പറയാവുന്നതാണ്. An answer meaning, an answer meaning, ഇനി ഇവിടെ നമ്മുടെ അകത്താണ്. Yes, I agree. Yes, I agree. An answer meaning, ഇവിടെ നമ്മൾ yes, I agree. Yes, കിട്ടിയോ? നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഈ ഉപയോഗിക്കുന്ന വാക്കാണത്. നിങ്ങൾക്ക് ഓക്കെ ഈ വാക്ക് പറയുന്നത്. An answer, absolutely, it's a very good, very good. So Varsha, it is your day. Yes, absolutely, absolutely correct ആണ്, absolutely. അല്ല, to answer പറയുക, മീനിങ് yes ഞാൻ പറഞ്ഞത് സമ്മതിച്ചു എന്ന് പറയുന്ന രീതി, absolutely. Okay, it's a very good, very good, very good. അടുത്തത്, having the freedom or opportunity to do something, having the freedom or opportunity to do something. Having the freedom or opportunity to do something. Okay, Srija, ability, able. Okay, able എന്ന് പറയാം. Very good, very good. Able, very good. Okay, able. അടുത്തത് ഒരു fill in the blanks ആണ്. The sky is dash the land. The sky is above. It's a correct answer. AB വരുമ്പോ above. Okay. ശ്രീജയെ തൊട്ട് പുറകിലൂടെ വന്നിട്ടുണ്ട്. യെസ്, ഒരാൾ ടൈപ്പ് ചെയ്ത് ഒരാൾ പറയുകയാണ് ഉണ്ടായത്. യെസ്, ഓക്കെ, above. ഓക്കെ 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 ഓക്കെ. അടുത്തത്
ചോദ്യം ഇതാണ് ഓൺ കോമ ഇൻറ്റു ഓർ വിത്തിൻ. ഒന്നിനെ പറയാം ഓൺ കോമ ഇൻറ്റു ഓർ വിത്തിൻ എ വെഹിക്കിൾ such as car or ship. On, into, or within a vehicle such as car or ship. Yes. Correct answer. Okay, Arsha correct. ABOARD. Abroad. Yes. Beyond the boundaries of one country. Beyond the boundaries of one country. അബ്രോഡ് തന്നെ വരുമോ സർ? അല്ല, ഇത് ABR എബ്രോഡ്, മറ്റേത് അബ്രോഡ്, രണ്ടാണ് കേട്ടോ. നമ്മൾ എബ്രോഡ് എന്ന് പറയുന്നതാണ് ഇത്. ഓക്കെ, യെസ്. ഇപ്പോഴത്തെ ആൻസർ ABO എബ്രോഡ്, ARD, ABROAD എബ്രോഡ്, മറ്റേത് ABOARD. യെസ്. അടുത്തത് the opposite of normal. Abnormal. Abnormal. Correct. Abnormal. അടുത്തത് the shortened form of a word or words. The shortened Abbreviation. abbreviation. It's a correct answer. Very good. അപ്പോ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. പിന്നത്തെ എന്താ പറയാ, ലേഡി ഓഫ് ദി മാച്ച് ആർഷയാണ്. ആർഷ ഇന്ന് 9 റെഡിയാക്കിയിട്ടുണ്ട്, ശരിയാക്കിയിട്ടുണ്ട്. Thank you, sir. ആർഷയ്ക്ക് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ. ഓക്കെ. ഇന്ന് ആർഷയുടെ കയ്യിലോട്ട് ഒതുങ്ങി കിട്ടി. മത്സരത്തിൽ ആൾക്കാർ കുറഞ്ഞു. യെസ്, ഓക്കെ. എങ്കിലും ശ്രീജയും തൊട്ട് പുറകിലുണ്ട്. 3 ശ്രീജയും ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അത് നിങ്ങൾ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ ആ സംഗതി ഒന്നുകൂടി ഞാൻ ഇന്ന് റിപ്പീറ്റ് ചെയ്യണം. ക്ലോസ് എന്താണെന്ന് പറഞ്ഞു, ഇപ്പോഴത്തെ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അപ്പുറത്തെ സിമ്പിൾ ഫ്യൂച്ചർ വരുമെന്ന് പറഞ്ഞു. ഓക്കെ, അതിൻ്റെ അകത്ത് വേറൊരെണ്ണം പറയുന്നത് ആദ്യം ഡാഷ് ഇട്. ഇഫ് തുടങ്ങുന്നതിന് ഡാഷ് ഇട്. ഡാഷ് ബാക്കിയാണ് ഞാൻ പറയുന്നത്. I will take a taxi. Dash I will take a taxi. ഒരുമിച്ചോളൂ. ഓക്കെ ശ്രീജ. അതിന്റെ ഇടക്ക് ആ ഐ കഴിഞ്ഞിട്ട് അർജന്റ് എന്നുള്ളതിന് അത് അജക്റ്റീവ് ആണ്.
അപ്പൊ വെറുപ്പ് വരണം മതി പെർസെന്റേജ് ഓഫ് ദ വെറുപ്പ്. ഇഫ് യു ആർ അർജന്റ് അത് കറക്റ്റ് ആവും. ഓക്കെ 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 ആർഷ കറക്റ്റ് ആണ്. അത് കറക്റ്റ് ആണ്. യെസ് ഓക്കെ. അപ്പൊ ലാസ്റ്റ് ഫൈനലായിട്ട് ഓരോട് ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. We dash 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 we will win win the match. Dash we will win the match. MATCH. Okay, Srija. Or correct answer if you work hard. Yes. We will win the match. നമ്മൾ നന്നായി കളിക്കുകയാണെങ്കിൽ യെസ്. അപ്പൊ ഓക്കെ, ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം വളരെ മെച്ചപ്പെട്ട പ്രകടനമായിരുന്നു. അപ്പോൾ വൺസ് അഗെയിൻ എല്ലാവർക്കും ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. We will meet in the next class. Okay. Thank you, sir. Okay. Thank you, sir. Okay, Srija. Thank you, sir. Okay, Jayalakshmi.